കലപ്പയും കർഷകൻ ചൂടും തൊപ്പി, പാളയും പോയാൽ ഭൂമി സർവവും മരുഭൂമി. വെണ്ണിക്കുളം എഴുതിയ ഒരു കവിതയിലെ വരികളാണിത്. കർഷകന്റെ മഹത്വവും അവന്റെ പ്രാധാന്യവുമാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇക്കാര്യം നാം തിരിച്ചറിയുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ പാകം ചെയ്ത് വെച്ചു വിളമ്പി മുൻപിലേക്ക് നീട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചിയും അരുചിയും നോക്കി കഴിച്ചും കഴിക്കാതെയും എഴുന്നേറ്റു പോകുമ്പോൾ ഒരിക്കലെങ്കിലും അത് അന്നമാക്കി മാറ്റാൻ വിയർപ്പൊഴുക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? അവരെ സ്നേഹത്തോടെ ഓർമ്മിച്ചിട്ടുണ്ടോ? നാം ഒരിക്കൽ പോലും കാണാൻ ഇടയില്ലാത്ത കർഷക സമൂഹത്തിന്റെ പ്രതിനിധികളുടെ വിയർപ്പും അധ്വാനവുമായിരുന്നു അതൊക്കെ. പക്ഷേ നമ്മൾ എന്നും അവരോട് നന്ദിഹീനതയെ കാണിച്ചിട്ടുള്ളൂ. കാലാകാലങ്ങളിലായി ഏതൊക്കെ സർക്കാരുകൾ അധികാരത്തിൽ വന്നാലും കേരളത്തിലെ കർഷകന്റെ കാര്യം കഷ്ടത്തിൽ തന്നെ. കേരള കർഷകർ നേരിടുന്ന പലവിധ പ്രതിസന്ധികളിലേക്കും അവർക്കായി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കുമാണ് ഇന്നത്തെ വാച്ച് ആൻഡ് പ്രേ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഷെക്കിന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് പ്രേയിലേക്ക് സ്വാഗതം. നെല്ലു കർഷകർ, നാളികേര കർഷകർ, റബ്ബർ കർഷകർ, ക്ഷീര കർഷകർ, പച്ചക്കറി കർഷകർ, പൈനാപ്പിൾ കർഷകർ, കശുവണ്ടി കർഷകർ. കേരളത്തിലെ കർഷക ലോകം ഇങ്ങനെ ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ്. കേരളത്തിൽ ഇപ്രകാരം ഒട്ടേറെ കർഷകരുമുണ്ട്. എന്നാൽ നമ്മെ തീറ്റിപ്പോറ്റുന്നത്, നമ്മുടെ ഭക്ഷ്യാവശ്യങ്ങൾ നിറവേറ്റി തരുന്നത് പലപ്പോഴും അന്യസംസ്ഥാനങ്ങളിലെ കർഷകരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി കേരളത്തിൽ പരാജയമെന്നാണ് അതിനുള്ള ഉത്തരം. പറയും പോലെ അത്ര വെണ്മയോ മധുരമോ സമൃദ്ധിയോ ലാഭമോ ഉള്ളതല്ല നമ്മുടെ കർഷകരുടെ ലോകം. കർഷക കുടുംബങ്ങളുടെ കടബാധ്യത കണക്കിൽ ദേശീയ തലത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമാണെന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിന്റെ സർവേ ഫലം. അതായത് 2,42,282 രൂപയാണ് കേരളത്തിലെ ഒരു കർഷക കുടുംബത്തിന്റെ ശരാശരി കടം. ഇതാവട്ടെ ദേശീയ ശരാശരിയേക്കാൾ 2 ഇരട്ടി കൂടുതലുമാണ്. കൃഷിയെ ജീവിതമാർഗമായി സ്വീകരിച്ച കേരളത്തിലെ 78% പേരും കടത്തിലാണെന്നാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നടത്തിയ പഠനം പറയുന്നത്. കർഷകരുടെ ആത്മഹത്യകൾക്ക് പിന്നിലുള്ളതും സാമ്പത്തിക ബാധ്യതകൾ തന്നെ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 25 കർഷകരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഒരു കർഷകൻ ഇങ്ങനെ കടക്കണിയിലാകാനും ആത്മഹത്യ ചെയ്യാനുമുള്ള പ്രധാന കാരണം കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും കടം വാങ്ങിയും പണയം വെച്ചും കൃഷിക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യവുമാണ്. മക്കൾക്ക് വേണ്ടി എടുക്കുന്ന വിദ്യാഭ്യാസ വായ്പകളും ചികിത്സകൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന അമിത ചെലവും പുലർത്തേണ്ടി വരുന്ന ജീവിത നിലവാരവും കടബാധ്യതകളുടെ ആക്കം വർദ്ധിപ്പിക്കുന്നു. വൻതുക മുടക്കി കൃഷി ചെയ്യുകയും എന്നാൽ അർഹിക്കുന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് കർഷകരുടെ ഭാരം കൂട്ടുന്നു. ഇടനിലക്കാരെ ആശ്രയിച്ചാണ് ഭൂരിപക്ഷം കർഷകരും വിപണനം ചെയ്യുന്നത്. എന്നാൽ നാമമാത്ര ലാഭം നൽകിയാണ് ഇടനിലക്കാരൻ കർഷകന്റെ ഉൽപ്പന്നം വിറ്റഴിക്കുന്നത്. കൂടുതൽ ലാഭം നേടിയെടുക്കുന്നത് ഇടനിലക്കാരനും അയാളുമായി ബന്ധപ്പെട്ടവരുമാണ്. തന്മൂലം മണ്ണിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി വിളയിച്ചെടുക്കുന്ന വിളകൾക്ക് കർഷകന് അർഹിക്കുന്ന വില പോലും കിട്ടാതെ വരുന്നു. വില നിർണയിക്കാനുള്ള അധികാരവും അയാൾക്ക് നഷ്ടമാകുന്നു. ഏതൊരു ഉൽപ്പന്നത്തിനും വില നിശ്ചയിക്കുന്നത് നിർമ്മാതാക്കളാകുമ്പോൾ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം കർഷകന് നഷ്ടമായിരിക്കുന്നത് വൈരുദ്ധ്യം തന്നെയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് താങ്ങുവില പ്രഖ്യാപിക്കേണ്ടതിനു വേണ്ടി കർഷകർ സ്വരമുയർത്തേണ്ടി വരുന്നത്. കർഷകർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ പൊതുവായിട്ടുള്ളവയാണ്. കാലാവസ്ഥ മാറ്റം, വിലയിടിവ്,
ഭരണകൂടങ്ങളുടെ അവഗണന എന്നിവയെല്ലാം അവയിൽ പ്രധാനപ്പെട്ടവയാണ്. നിരവധിയായ ഈ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ കേരള കർഷകർ ഈയിടെയായി കടന്നുപോകുന്ന ചില പ്രതിസന്ധികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. വന്യമൃഗശല്യമാണ് ഇന്ന് കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്ന്. വിളവെടുപ്പിന് കാലമാകാറാകുമ്പോഴേക്കും വന്യമൃഗങ്ങൾ വിളകൾ നശിപ്പിക്കുന്ന സംഭവങ്ങൾ പതിവായി മാറിയിരിക്കുന്നു. രാവും പകലും വ്യത്യാസമില്ലാതെ അക്ഷരാർത്ഥത്തിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു വളർത്തിക്കൊണ്ടുവരുന്ന കൃഷിയാണ് ഏതാനും ചില നിമിഷങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കളയുന്നത്. അവിടെ തകർന്നു വീഴുന്നത് കർഷകന്റെ സ്വപ്നങ്ങളും പാഴായി പോകുന്നത് ദീർഘനാളത്തെ അധ്വാനവുമാണ്. ആലപ്പുഴയൊഴികെ കേരളത്തിലെ 13 ജില്ലകളിലും വന്യജീവി ശല്യം രൂക്ഷമാണ്. ഇതിൽ വയനാട്, പാലക്കാട്, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ താരതമ്യേന ഇത് രൂക്ഷവുമാണ്. ആനയും പന്നിയും കടുവയും ഉൾപ്പെടെയുള്ള വന്യജീവികളാണ് കൃഷിമേഖല തകർത്തുകൊണ്ടിരിക്കുന്നത്. വന്യജീവികളെ കൊന്നൊടുക്കാൻ നിയമം അനുവദിക്കാത്തത് കർഷകരുടെ അവസ്ഥ കൂടുതൽ ഗുരുതരമാക്കുന്നു. വന്യജീവികൾ കൃഷി നശിപ്പിച്ചാൽ കൃഷി ഓഫീസർമാർ സംഭവസ്ഥലം സന്ദർശിക്കാറില്ലെന്ന പരാതി പൊതുവെ കർഷകർ ഉന്നയിക്കാറുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അന്വേഷിക്കേണ്ടത്. എന്നാൽ അവരും കൃഷിയിടങ്ങൾ സന്ദർശിക്കാറില്ലത്രേ. കർഷകരുടെ ഈ തീരാ ദുരിതങ്ങൾക്ക് പരിഹാരവും പോംവഴിയും തേടിയാണ് കർഷക സംഘടനയായ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സർക്കാരിന് നിവേദനം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം മൗലിക അവകാശമായ ജീവനും ജീവനോപാധിക്കുമുള്ള അവകാശം കേരളത്തിലെ കർഷകർക്ക് ഉറപ്പുവരുത്തുക. കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക. കാട്ടുപന്നി, മുള്ളൻ പന്നി, കുരങ്ങ്, മാൻ എന്നിവയെ അടിയന്തരമായി ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. വനം വകുപ്പ് ജീവനക്കാർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വരുത്തുന്ന വീഴ്ച മൂലം വന്യജീവികൾ കൃഷിയിടത്തിൽ ഇറങ്ങിയാൽ അത്തരം വന്യജീവികളെ ഏതു മാർഗം ഉപയോഗിച്ച് നേരിടാനും കൊല്ലാനുമുള്ള അവകാശം കർഷകർക്ക് നൽകുക. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും ഇപ്പോൾ നൽകുന്ന തുച്ഛമായ ആശ്വാസ ധനത്തിനു പകരം മോട്ടോർ ആക്സിഡന്റ് നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നതുപോലെ ഓരോ കേസും പ്രത്യേകമായി എടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും പ്രായം, ആശ്രിതരുടെ എണ്ണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക. വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും വരുന്ന പരിസ്ഥിതി സംവേദക മേഖലകളിൽ നിന്നും കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. വന്യജീവി ശല്യം നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായ അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് നൽകുക. വനവിസ്തൃതിക്കും വനത്തിൽ ലഭ്യമായ തീറ്റയ്ക്കും അനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണം ശാസ്ത്രീയമായി നിയന്ത്രിക്കുക എന്നിവയാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യങ്ങൾ. വന്യജീവികൾ കൃഷിഭൂമികൾക്ക് മാത്രമല്ല കർഷകരുടെ ജീവനും ഭീഷണിയാകുന്നുണ്ട്. മനുഷ്യനേക്കാൾ വലിയ സ്നേഹം മൃഗങ്ങളോട് കാണിക്കുന്നത് മനുഷ്യത്വത്തോടുള്ള അനാദരവും മനുഷ്യജീവന് നൽകുന്ന വിലയിടവുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് വന്യജീവി ആക്രമണം. (2015) മുതൽ 2021 വരെ 49,199 പേർ വന്യജീവി ആക്രമണത്തിന് ഇരകളായിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ആനയുടെ ആക്രമണത്തിൽ മാത്രം 183 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 64 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാടുവിട്ടിറങ്ങുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാൻ വർഷം തോറും കോടികളുടെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ പദ്ധതികളൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് കൊന്നൊടുക്കാൻ ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ പ്രസ്തുത ആവശ്യം തള്ളിക്കളഞ്ഞത് തന്നെ ഉദാഹരണം.
കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുവാദം ലഭിച്ചാൽ തന്നെ കർഷകർക്ക് ആ അനുവാദം ലഭിക്കാറുമില്ല. പോലീസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും തോക്ക് ലൈസൻസ് ഉള്ള ചുരുക്കം ചിലർക്കും മാത്രമേ അതിനുള്ള അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാൻ ലൈസൻസ് ഉള്ളവരെ തിരഞ്ഞോടുകയാണ് കർഷകർ. വർത്തമാനകാലത്തെ കൃഷിഭൂമിയിൽ നിന്നുള്ള സങ്കട കാഴ്ചകളിലൊന്നാണ് ഇതും. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇതല്ല അവസ്ഥ. മറ്റ് രാജ്യങ്ങളിൽ, എന്തിനേറെ കേരളമൊഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ നിയമപരമായ സംവിധാനം നിലവിലുണ്ട്. വന്യജീവികളുടെ ആക്രമണത്തിൽ മുഖം പോലും നഷ്ടമായി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ചില കർഷകരും നമുക്ക് ചുറ്റിനുമുണ്ട്. കാട്ടുപന്നിയും കടുവയും കാട്ടാനയും എപ്പോൾ വേണമെങ്കിലും ജീവനും കൃഷിയിടവും നശിപ്പിക്കാമെന്ന ഭീതിയിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. ഉദ്യോഗസ്ഥരിൽ നിന്ന് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് ഇരകളാകേണ്ടി വരുന്ന കർഷകരും ധാരാളം. മണ്ണ് ചതിക്കില്ല എന്നൊരു വിശ്വാസം കാൽച്ചുവട്ടിലെ മണ്ണ് പോലെ ഒലിച്ചു പോകുന്നത് കണ്ട് നടുങ്ങിക്കരയാൻ മാത്രം വിധിക്കപ്പെട്ടവർ കൂടിയാണ് കേരളത്തിലെ കർഷകർ. സമീപകാലത്തെ ചില പ്രകൃതി ദുരന്തങ്ങൾ അവർക്ക് സമ്മാനിച്ചതാണ് ഈ നടുക്കം. മഹാമാരിയും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ചേർന്ന് കവർന്നെടുത്തത് കർഷകരുടെ സ്വപ്നങ്ങളെ മുഴുവനുമായിരുന്നു. മണ്ണും ചെളിയും അടിഞ്ഞുകൂടി കൃഷി പുനരാരംഭിക്കാൻ കഴിയാതെ പോയ എത്രയോ കൃഷിയിടങ്ങൾ. നെല്ലും വാഴയും ജാതിയും കുരുമുളകും കവുങ്ങും തെങ്ങും പച്ചക്കറികളും നശിച്ചുപോയ ദുഃഖത്തിൽ മുഖം പൊത്തി കരയാൻ മാത്രം വിധിക്കപ്പെട്ട കർഷകർ. കർഷകരുടെ പ്രശ്നം ഇവ മാത്രമാണോ? ഒരിക്കലുമല്ല. ഏതാനും ചില പ്രശ്നങ്ങളെ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശം എന്നതിന്റെ പേരിൽ കുടിയേറ്റ മേഖലകളിൽ നിന്ന് കർഷകരെ കുടിയിറക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനകളാണ് നടക്കുന്നത്. ഇതിനെതിരെയും നാം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കപട പരിസ്ഥിതിവാദികളും ചില സംഘടനകളുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള തെളിവായി 2 പ്രളയങ്ങളെയാണ് ഇക്കൂട്ടർ ഉദാഹരിക്കുന്നത്. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അടിസ്ഥാന രേഖയായി സർക്കാർ കണക്കാക്കുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു വാദഗതി ഉയർന്നു വന്നിരിക്കുന്നത്. കൃഷിഭൂമിക്ക് ഉപാധിരഹിത പട്ടയം ഉണ്ടായിട്ടും വനം വകുപ്പ് അതിൽ അവകാശം ഉന്നയിക്കുന്നത് പോലെയുള്ള നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം മണ്ണിലെ മരം മുറിക്കുന്നതിന് വിലക്ക്, ലാഭകരമല്ലാത്ത കൃഷികൾ അവസാനിപ്പിച്ച് പുതിയ വിളകൾ കൃഷി ചെയ്യാനുള്ള നിയമപരമായ വിലക്കുകൾ, ഇങ്ങനെ അനേകം പ്രശ്നങ്ങളെയാണ് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വനഭൂമി ഏത്, വനമല്ലാത്ത ഭൂമി ഏത് എന്നതിൽ കർഷകരും വനം വകുപ്പും തമ്മിലുള്ള അവ്യക്തതയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്വന്തം അധികാര പരിധിയിൽപ്പെട്ട വനഭൂമിയുടെ ശരിയായ കണക്ക് കേരളത്തിലെ ഒരു DFOയുടെ പക്കലുമില്ല എന്നതാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ അവ്യക്തതയുള്ളതുകൊണ്ടാണ് വനം വകുപ്പ് കൃഷിഭൂമിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതും അത് കൈവശപ്പെടുത്താൻ കർഷകർ സമ്മതിക്കാത്തത് സംഘർഷത്തിലേക്ക് വഴിതെളിക്കുന്നതും. മലയോര കർഷകർക്ക് ഭൂമിയുണ്ടെങ്കിലും അതിൽ അവകാശങ്ങൾ പരിമിതമാണ് എന്നതാണ് മറ്റൊരു വിഷയം. റബ്ബറിനും കുരുമുളകിനും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും അനുയോജ്യമായ കാലാവസ്ഥയുണ്ടായിരുന്ന ഒരു കാലത്ത് അവ യഥേഷ്ടം ഫലം നൽകിയിരുന്നു. പക്ഷേ കാലാവസ്ഥയിലുണ്ടായ മാറ്റം കാർഷിക വിളകളുടെ കൊയ്തെടുപ്പിനെയും ബാധിച്ചു. ഒരേക്കർ സ്ഥലത്ത് നിന്ന് 30 കിലോ റബ്ബർ ഷീറ്റ് കിട്ടിയിരുന്നതും കിലോയ്ക്ക് 240 രൂപ റബ്ബർ വിലയുള്ളതുമായ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരേക്കർ സ്ഥലത്ത് നിന്ന് കിട്ടുന്നത് 12 കിലോ റബ്ബർ ഷീറ്റാണ്. വിലയാവട്ടെ കഴിഞ്ഞ വർഷം വരെ 120 രൂപയും. ഇത്തരത്തിലുള്ള വിലയിടിവും ഫലക്കുറവും വിളമാറ്റത്തിലേക്ക് പോകാൻ കർഷകരെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. എന്നാൽ വിളമാറ്റത്തിന് നിയമം അനുവദിക്കുന്നില്ല.
ജീവിതത്തിലെ സമസ്ത മേഖലകളും ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സമാനമായ രീതിയിലുള്ള കുതിച്ചുചാട്ടം കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നും സമ്മതിക്കേണ്ടി വരും. തേങ്ങയിടുക, മാങ്ങ, കുരുമുളക് തുടങ്ങിയവ പറിക്കാനും ജാതിക്കയും കശുവണ്ടിയും പെറുക്കിയെടുക്കാനുമൊക്കെ ഇന്നും കാർഷിക മേഖലയിൽ മനുഷ്യരെ തന്നെയാണ് ആശ്രയിക്കുന്നത്. വികസിത രാജ്യങ്ങളിലേതുപോലെയുള്ള യന്ത്ര സംവിധാനങ്ങൾ കേരളത്തിൽ വിജയപ്രദമായും പൂർണ്ണമായും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും കുറവ് തന്നെ. കൃഷിയിൽ മനുഷ്യന്റെ ഇടപെടൽ കുറയ്ക്കുന്നതിന് കൂടുതൽ സാധ്യതകൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഇവയ്ക്കൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുക മാത്രമേ മുൻപിലുള്ള മാർഗമുള്ളൂ. കർഷകരുടെ ക്ഷേമത്തിനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിട്ടാണ് 1987 കൃഷിവകുപ്പ് സ്ഥാപിക്കപ്പെട്ടത്. ഈ വകുപ്പിന്റെ കീഴിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഏകദേശം 75 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ, കിസാൻ കേരള പ്രോജക്ട്, മിൽമ, കേരള ഫീഡ്സ്, കേരഫെഡ് എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. എന്നാൽ ഈ വകുപ്പുകളൊന്നും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നതാണ് കർഷകരുടെ പ്രതികരണങ്ങൾ. എന്നാൽ ഇൻഫാം പോലെയുള്ള സംഘടനകൾ സഭയുടെ ആഭിമുഖ്യത്തിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യുന്നതിനെ നന്ദിയോടെ നാം ഓർമ്മിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർഷകരെ പ്രോത്സാഹിപ്പിക്കുവാനും കൂടുതൽ പേരെ കർഷക മേഖലയിലേക്ക് ആകർഷിക്കുവാനുമായിട്ടാണ് ചിങ്ങം 1 കർഷക ദിനമായി നാം കൊണ്ടാടുന്നത്. മികച്ച കർഷകർക്ക് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമൊക്കെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന ദിവസമാണ് കർഷക ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ചിങ്ങം 1. പുതുതലമുറയിൽ കാർഷിക അവബോധം വളർത്തുക, കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഡിസംബർ 23 ദേശീയ കാർഷിക ദിനമായി ആഘോഷിക്കുന്നത്. ലോക ഭക്ഷ്യദിനം കൂടിയാണെന്ന്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെല്ലാം പ്രത്യേക ദിവസം തെരഞ്ഞെടുത്ത് കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. ലോകത്തെ 500 ദശലക്ഷത്തോളം വരുന്ന ചെറുകിട നാമമാത്ര കർഷകരാണ് നമ്മളെ പട്ടിണിക്കിടാത്തത് എന്നതിന്റെ നന്ദി സൂചകമായിട്ട് കൂടിയാണ് അത്തരം ദിനാചരണങ്ങൾ. വിവേചനത്തിന്റെ ഇരയാണ് എന്നും കർഷകൻ. സമൂഹത്തിൽ കർഷകന് മാന്യമായ സ്ഥാനമോ പദവിയോ ലഭിക്കുന്നില്ല. മദ്യം വിറ്റും സ്വർണ്ണക്കടത്ത് നടത്തിയും കരിഞ്ചന്ത നടത്തിയുമൊക്കെ ജീവിക്കുന്നവർ സമ്പന്നരും ലക്ഷാധിപന്മാരും കോടീശ്വരന്മാരുമാകുന്നു. പണം വഴി അവർ പദവികളും ഉന്നത സ്ഥാനങ്ങളും നേടിയെടുക്കുന്നു. പക്ഷെ കർഷകന് മാത്രം അവയെല്ലാം അന്യമാകുന്നു. സിനിമ കാണാതെയും പാട്ട് കേൾക്കാതെയും മദ്യം ഉപയോഗിക്കാതെയും സ്വർണം ധരിക്കാതെയും മനുഷ്യന് ജീവിക്കാം. വാഹനമില്ലാതെയും മൊബൈൽ ഫോണില്ലാതെയും നമുക്ക് വേണമെങ്കിൽ കഴിയാം. പക്ഷെ ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. അന്നമുണ്ടാക്കുന്നവനാണ് കർഷകൻ. ഈ സമൂഹത്തിൽ കലാകാരന്മാരില്ലെങ്കിലും എഞ്ചിനീയർമാരില്ലെങ്കിലും രാഷ്ട്രീയക്കാരില്ലെങ്കിലും ജീവിക്കാം. പക്ഷേ കർഷകനില്ലാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല. നമുക്ക് ജീവിക്കാനുമാവില്ല. പണമുണ്ടായിട്ട് പോലും വയർ നിറയണമെന്നില്ല. വാങ്ങാൻ സാധനമുണ്ടായിരിക്കണം. ഇവിടെയാണ് കർഷകന്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് നാം കർഷകരോട് നന്ദി കാണിക്കേണ്ടത്. ഇവിടെയാണ് നാം കൃഷിക്കാരനോടുള്ള സ്നേഹം അറിയിക്കേണ്ടത്. മക്കളെ ഡോക്ടർമാരും കളക്ടർമാരും എഞ്ചിനീയർമാരുമാക്കാൻ മാതാപിതാക്കൾ നെട്ടോട്ടമോടുമ്പോൾ ഒരു പേരന്റ് പോലും തന്റെ മകൻ അല്ലെങ്കിൽ മകൾ കാർഷിക മേഖലയിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കാറില്ല. ഇത് വരും കാലങ്ങളിൽ വലിയൊരു കാർഷിക പ്രതിസന്ധിക്ക് തന്നെ കാരണമാകും. കർഷകരുടെ സംഘടിത ശക്തിയുടെ കരുത്തും വിജയവും നമ്മൾ ഡൽഹിയിലെ കർഷക സമരത്തിലൂടെ കണ്ടതാണ്. അധികാരത്തിനെതിരെയുള്ള തികഞ്ഞ സമരവീര്യമായിരുന്നു ആ കർഷകർ പ്രകടിപ്പിച്ചത്. അതിനു മുൻപിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടതായും വന്നു. ഈ ഒരു പാഠം കേരളത്തിലെ കർഷകരും മാതൃകയാക്കേണ്ടതാണ്. ഒരുമിച്ച് നിൽക്കുക, പോരാടുക, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുക. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. കാരണം നിങ്ങളിലാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പ്. യാഥാർത്ഥ്യബോധത്തോടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുക. കർഷകർക്ക് കൂടി പങ്കാളിത്തമുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. ന്യായമായ വില നൽകി ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് കേടുകൂടാതെ സൂക്ഷിക്കാനും മാർക്കറ്റുകളിൽ എത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുക.
ഇങ്ങനെയൊക്കെ കർഷകർക്ക് നിവർന്നു നിൽക്കാൻ സാഹചര്യമൊരുക്കേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട കർഷകരെ നമുക്ക് കുറെ കൂടി അനുഭാവപൂർവ്വം വീക്ഷിക്കാം. അവരെ നമ്മോട് ചേർത്ത് നിർത്താം. ദൈവം മണ്ണിന്റെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നത് കർഷകനെയാണ്. അവനെ നമുക്ക് ആദരിക്കാം. അവരുടെ ശ്രേയസ്സിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓരോ അരിമണിയിലും അത് കഴിക്കാനുള്ളവന്റെ പേര് മാത്രമല്ല, അത് വിളയിച്ചവന്റെ പേര് കൂടിയുണ്ടെന്ന തിരിച്ചറിവാണ് നമുക്കിനി ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ കർഷകരോട് നമുക്ക് സ്നേഹവും നന്ദിയും തോന്നുകയുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി നമ്മുടെ നാവ് ഉയരുകയുള്ളൂ. നിറഞ്ഞ സ്നേഹത്തോടെ, നന്ദിയോടെ നമ്മുടെ എല്ലാ കർഷകർക്ക് വേണ്ടിയും സർവാധിപനായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും മണ്ണിനുമേൽ മനുഷ്യന് അവകാശം കൊടുക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കാൻ കൽപ്പിച്ച കർത്താവേ, മണ്ണിൽ പണിയെടുക്കുകയും ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന കർഷകരെ ഞങ്ങൾ അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. വേല ചെയ്തവൻ കൂലിക്ക് അർഹനാണെന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തിൽ വിശ്വസിച്ച് കൃഷിയിൽ നിന്ന് അവർക്ക് ഫലം കിട്ടത്തക്ക വിധത്തിൽ എല്ലാവിധ സാഹചര്യങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കണമേ. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവും അർഹിക്കുന്ന വേതനവും നൽകി അവരുടെ അധ്വാനത്തെ അവിടുന്ന് മാനിക്കണമേ. കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് അവരുടെ കൃഷിയിടത്തെ സംരക്ഷിക്കണമേ. ഏദെൻ തോട്ടത്തിന് കെരൂബുകളെ അയച്ച് കാവൽ നിർത്തിയതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർഷകരുടെ വിളഭൂമികൾക്ക് അങ്ങ് കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. ഈശോയുടെ മരണക്കട്ടിലാകുന്ന കുരിശ് ഓരോ കർഷകന്റെയും കൃഷിഭൂമിയുടെയും 4 അതിരുകളിലും നാട്ടുകയും അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തുകൊള്ളുന്നു. കൃഷിക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഇസിദോറെ, ഞങ്ങളുടെ കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ആമേൻ.